ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകളിലധികവും വിവിധ രൂപത്തിലും പേരിലുമാണ് നടക്കാറുള്ളത്. ഇതിൽ പ്രമുഖ കമ്പനികൾ വരെ ഇരകളാവുന്നത് പതിവാണ്. വിവിധ കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ വാങ്ങി ഘട്ടം ഘട്ടമായി പണം അടച്ചുവീട്ടാമെന്ന് പറഞ്ഞു മുങ്ങുന്ന രീതിയാണ് പലപ്പോഴും തട്ടിപ്പ് കമ്പനികൾ ആവർത്തിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ദുബായിലെ 50ഓളം കമ്പനികളെ കബളിപ്പിച്ചു മുങ്ങിയ പ്രൈം മിഡിൽ ഈസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ LLC എന്ന കമ്പനിയെക്കുറിച്ചും അബുദാബിയിൽ 200-ലധികം കമ്പനികളെ കബളിപ്പിച്ച മിസ്റ്റർ പ്രൈം കോൺട്രാക്ടിംഗ് ആൻഡ് ജനറൽ മെയിൻ്റനൻസിനെക്കുറിച്ചും മീഡിയ വൺ വാർത്ത നൽകിയിരുന്നു. ഇത്തരം സംഘടിത തട്ടിപ്പുകൾ തുടർക്കഥയായിട്ടും കമ്പനികൾ പാഠം പഠിക്കുന്നില്ലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിക്റ്റിമായി തീരുന്നവരെന്ന് പറയുന്നത് പാഠം ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ്. ക്വിക്ക് ബക്സ് എന്നുള്ള ഒരു പ്രശ്നമാണ് വരുന്നത്. ഈ പാർട്ടികൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കും. ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ ഓഫർ ചെയ്യും. അപ്പോൾ ഈ കൂടുതൽ ഓഫർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ടു ഗുഡ് ടു ബിലീവ് എന്നുള്ള ഒരു ചിന്ത ആദ്യം വരണം. വിതരണക്കാരായ കമ്പനികൾ പറയുന്ന വില നൽകാൻ തട്ടിപ്പ് കമ്പനികൾ തയ്യാറായിരുന്നു. വിലപേശൽ പോലും നടത്താതെയുള്ള ഈ കച്ചവടവും വിതരണ കമ്പനിയുടെ ആവശ്യപ്രകാരം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പണം തിരിച്ചടക്കാമെന്ന തട്ടിപ്പ് കമ്പനിയുടെ വാഗ്ദാനവും സംശയമുളവാക്കുന്നതായിരുന്നു. ഇതൊന്നും മുഖവിലക്കെടുക്കാതെയുള്ള അമിത ലാഭ താൽപര്യമാണ് തട്ടിപ്പിലേക്ക് നയിക്കുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കമ്പനികളുടെ പാരമ്പര്യം പരിശോധിക്കാനുള്ള അവസരവും ഇന്ന് ധാരാളമാണ്. ഇവിടെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ട്രാൻസ്പെറൻ്റായ ഒരു നിയമങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഈ ഏതെങ്കിലും ഒരു കമ്പനികളെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഫുൾ റെക്കോർഡ് ദുബായ് ചേംബറിലുണ്ടാകും. അതുപോലെ തന്നെ ദുബായ് മുനിസിപ്പാലിറ്റി ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ദുബായ് ചേംബറിലുണ്ടാകും. അതുപോലെ തന്നെ ഇൻഡസ്ട്രി ബോഡികളുണ്ട്, ഇവരിൽ നിന്ന് അന്വേഷിക്കുക. അതുപോലെ തന്നെ ഈ കമ്പനികളെ പറ്റിയുള്ളത് കൂടുതൽ വിവരങ്ങൾ കിട്ടണമെങ്കിൽ ബാങ്കുകളിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ടാകും. വളരെ തന്ത്രപരമായി നടക്കുന്ന തട്ടിപ്പുകൾക്ക് പിടികൊടുക്കാതിരിക്കാൻ ഓരോ കമ്പനിയും ജാഗ്രത പാലിക്കണമെന്ന സന്ദേശമാണ് ഈ അനുഭവങ്ങൾ നൽകുന്നത്. ഹാരിസ് അരിക്കുളം, മീഡിയ വൺ, ദുബായ്.